Hello guys, welcome back to our channel. My name is Abhay joined by Anindita. Today we are going to start a new series of movie reaction of Premalu. Yes. So let's get started. But also, if you're new to this channel, guys, please do subscribe and also click on the notification bell. Yes, and also please follow us on Instagram. Yeah, तो चलो शुरू करते हैं. Yes. Hello friends. If you ask me what's the most beautiful thing happened in my life, yes, it's my college life. It's for everybody. For you only. My Tamil is not good. As you know, I'm a Malu guy. ஆனா இன்னைக்கு நான் தமிழ்ல பேச போறேன். அமைதி. என் நண்பர்களே, இங்க ரெண்டு விதமான கூட்டம் இருக்கு. ஒன்னு guys, நீங்க தான் என் ட்ரூ ஃப்ரெண்ட்ஸ், வெல் விஷர்ஸ் அண்ட் நல்லவங்க. இன்னொரு கூட்டம் இருக்கு. அவங்க இங்க இல்ல, எங்க போச்சு யாருக்காவது தெரியுமா? ஆமா, தண்ணி அடிக்க போச்சு. இந்த காலேஜ் மேல மரியாதை இல்லாம தண்ணி அடிச்சுக்கிட்டு வாந்தி எடுத்துக்கிட்டு சும்மா நோயின்னு சில பேர் அவங்கள பத்தி எல்லாம் பேசி இந்த பியூட்டிஃபுல்லான டே ஸ்பாயில் பண்ண எனக்கு விருப்பம் இல்லை. நான் இங்க வரும்போது சச்சின் ஓவரா பேசுறான்டா. വച്ചല്ലാമാ എടാ ഒന്ന് ചുമ്മാ ഇരുന്നേ. പറ്റിറങ്ങി കഴിഞ്ഞ് ധൈര്യമൊന്നും ഉണ്ടാവില്ല ടുമേ. അവന്മാരെ എടുത്തിട്ടടിക്കും. അതുകൊണ്ട് നിദാനമാ കേട്ടിട്ടിരിക്കും. உன்னையோட சொல்லி கண்டினியூ பண்ணிக்கிறேன். பழனியப்பன் காலேஜ் ஆஃப் இன்ஜினியரிங். Thank you for making me who I am. It's okay. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് പോയ സബ്ജക്ട് പോകും. വായുടന്നിരുന്നു. നീ പോടാ. അഞ്ജലിക്ക് ഒരു തലണം. എന്നൊരു കാര്യം ചെയ്യും. എന്നെ അവനെ അറിയില്ല. കുടിക്ക് കുടിച്ചിട്ട് പോയി തല ഉണ്ടാക്ക്. നീ എന്നാ പിന്നെ നീ വരുന്ന വ്യത്യാസം? നീ അങ്ങനെയാണോ? അല്ല. മൈക്ക് അത് ശരി എന്നാ ഞാനും പോയി കരഞ്ഞ് പ്രസംഗിച്ചിട്ട് വരട്ടെ. നീ അവിടെ നിന്നേ. വെറുതെ എന്താടാ? டேய் ആവശ്യമില്ലാത്ത அஞ்சலிட்ட എനിക്കത് പോയി പേசுறா. പിന്നല്ലാണ്ട് അതിനെല്ലാം അടിച്ചിട്ട് വന്നേക്കണം. ഇന്ന് കണ്ടിപ്പാ നീ പേശി പൊട്ടം പറഞ്ഞ എടുത്തുള്ള നിക്കണ്ടേട്ടാ. ഒന്ന് പോയടാ ഒന്ന്. പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് കൊല്ലം 4 ഇന്നതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ഇന്നേക്കൊരു പൊടി. എന്താ സച്ചിനെ കാണണം എന്ന് പറഞ്ഞേ? അല്ല ഞാനും സഞ്ജും പുറത്തേക്ക് പോവാ. ആ, ഞാൻ ആരൊക്കെയോ പറയുന്ന കേട്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഒരു ടോപ്പിക് ആവാറുണ്ടല്ലോ. അപ്പോ യുകെക്ക് വന്ന കാര്യം പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അല്ല, എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാം. അഞ്ജലി നീ നീക്ക്. തീർന്നില്ലേ? എന്തത് സംഭവം? എന്തത് ഭ്രാന്തായവന്മാർക്ക്? അത് സീക്രട്ട് ചേംബറിന്റെ താക്കോല് കിട്ടിയതാ. അവരെ തുറക്കാൻ പോയിരിക്കും. നീ വരുന്നില്ലേ? ആളെക്കൊന്നതിനിപ്പൊ പേടിപ്പിച്ചിട്ട്. ഇത് ഇവന്മാരല്ല ഇത് പറയേണ്ടത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന മാനേജ്മെന്റിനാണ് ആദ്യം ഞാൻ അടിക്കുന്നത്. അങ്ങോട്ട് പൊക്കോട്ടെ. അയ്യോ പോലെ, ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. എനിക്ക് അഞ്ജലിനെ ഇപ്പൊ മുതലല്ല, ഫസ്റ്റ് ഇയർ തൊട്ട് എനിക്ക് തന്നോടൊരു കാര്യം അത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. Man, tell what you want to say. Tell. എനിക്ക് തന്നെ ഇഷ്ടമാണ്. സച്ചിൻ കുടിച്ചിട്ടുണ്ടോ? ഹേയ് ഇല്ല. അത് അവര് നിർബന്ധിച്ചപ്പോ. അല്ലേലും സച്ചിന് കുടിക്കാതെ എന്നോട് സംസാരിക്കാൻ ധൈര്യമില്ലല്ലോ. പണ്ടെപ്പോഴോ ഏത് ബാറിൽ പോയി അടിച്ച് ഫിറ്റായിട്ട് എന്നെ വിളിച്ചിട്ടില്ലേ? അയ്യോ, അത് മെക്കാനിക്കലില് ആഞ്ജനേനെ വിളിച്ചത് അഞ്ജലിക്ക് മാറി വന്നതാ. ഞാനും അവനും നല്ല കൂട്ടാ. എന്തേ? സച്ചിൻ ചോദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാനും ജെയിനും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ വിചാരിച്ചു സച്ചിനും അറിയാമായിരിക്കും എന്ന്. ഞാൻ കുറച്ച് ലേറ്റ് ആയല്ലേ? അല്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല സച്ചിന്. ഞാനെന്നാ ചേംബറിലോട്ട് പോകട്ടെ. ആ ശരി. എടാ, നിനക്ക് 2 ഷഡ്ഡി മേടിച്ചുവിട്രാ. ഉള്ളത് മുഴുവൻ ഓട്ടയാണല്ലോ.
നിങ്ങൾക്കൊന്ന് പതുക്കെ പറഞ്ഞൂടെ? ആൾക്കാരൊക്കെ നിൽക്കും. പഴയ സാധനം ഇട്ടുകൊണ്ട് നടക്കുന്നതിന് അവന് മാനക്കേടൊന്നുമില്ല. നമ്മുടെ സവിതയുടെ കല്യാണം അടുത്ത വർഷം വേണമെന്നാട്ടോ അവര് പറയണേ. കല്യാണോ? ഉം. അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയ? ഞാൻ സേലത്തുള്ളപ്പോ സ്ഥിരം അങ്ങേരെ കുറ്റം പറയാൻ വേണ്ടി വിളിയായിരുന്നല്ല. കോംപ്രമൈസ് ടോക്കിന് ഞാൻ അങ്ങേരെ വിളിക്കണ. അല്ല, അവസാനം വിളിച്ചപ്പോ ഈ കല്യാണം അവൾക്ക് വേണ്ടാന്നുള്ള പറഞ്ഞു. എടാ ആ പെണ്ണ് പറയുന്നൊന്നും നീ വിശ്വസിക്കില്ല ഏട്ടാ. അവര് ഇന്നടിയാണെങ്കിൽ നാളെ അടയും ചക്കരയാ. ഇപ്പതേ അവൻ പറഞ്ഞിട്ട് തടി കുറയ്ക്കാൻ വേണ്ടിട്ട് ഓട്ടവും ചാട്ടവും തുടങ്ങിയിട്ടുണ്ട്. നീ പോണ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ അമ്മ പറഞ്ഞില്ലേ? ഞാനൊന്നും പറയാറില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? അത് ശരി. ഇതുവരെ ആ മിണ്ടാവൃതം തീർന്നില്ലേ? ഇത് 1 വർഷം അടുത്തായത്. You're talking about her 5 marriage. kilometers in 45 minutes. Ooh, it's എടാ great. ഈ യുകെയില് വിവേകേട്ടന് പറ്റിയ വല്ലതും ഉണ്ടോടാ? അതെ, വിസയുടെ ആവശ്യത്തിന് കുറച്ച് പൈസ വേണമായിരുന്നു. എവിടെന്നെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു. അല്ല, എനിക്ക് പോവായിരുന്നു. എൻ്റെ എവിടെ നടാ കാശ്? നിന്റെ അമ്മയുടെ സ്ഥലം വിൽക്കാൻ പറയടാ. ബാക്കിയുള്ള കാശ് ബാങ്കിലിടാം. എനിക്ക് തിന്നാനല്ല, മോളുടെ കല്യാണം വരുമ്പോൾ എടുക്കാനാ. എടാ സച്ചു, സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് എടുത്തോളാം എന്നും പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നാടാ നമ്മുടെ ബ്രോക്കർ തക്കുടു 2015. അപ്പൊ അത് വിൽക്കണ്ട, വില കൂടും എന്നൊക്കെ പറഞ്ഞ് മുടക്കിയതാരാ? എന്നിട്ട് വെള്ളപ്പൊക്കം വന്നു, സ്ഥലത്തിനോട്ട് വിലയുമില്ല, അതാർക്കോട്ട് വേണ്ടതാനും. എടാ, ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് ഞാനാണടാ. അല്ല, ഞാനാണ്. സ്ഥലം വിൽക്കണ്ടെന്ന് പറഞ്ഞത് ഞാനാണ്. പക്ഷെ വേറൊരു കാര്യം ചോദിക്കാണ്ട് എനിക്ക്. അതെ, ഈ ചിട്ടി പിടിച്ച കാശിന് ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചിട്ട് അതിനെ തിന്നാൻ പാകത്തിന് കൊക്കാമ്പൂച്ചയുടെ മുമ്പിൽ ഇട്ടുകൊടുത്തത് ആരാ? അതെ, ഞാനാണ്. നിർത്ത്. വേണ്ട, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. കൊള്ളടിച്ചിട്ടാണെങ്കിലും ഞാൻ നാട് വിട്ടോളാം. നീ ഇതെങ്ങോട്ട് പോണ്? ഞാൻ പുറത്തു പോണ്. ബേക്കറിയിൽ 1 കിലോ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ കമ്പനി പടി കൊണ്ട് കൊടുത്തേ. ആ, വന്ന് കുത്തനെ സ്വപ്നമാകെ ഇതുപോലെ പെട്ടിയിൽ പെട്ടതാണ്. കത്തിയൊന്ന് കുത്തനെ സ്വപ്നമാകെ ഇതുപോലെ മൊത്തമേ പെട്ടതാണ്. പതുങ്ങി മെല്ലെ അങ്ങ് പോകുവാണ്. പതുക്കെ വേഗം ഒരു കാര്യമാണ്. പിണങ്ങി പാഞ്ഞു പാഞ്ഞാണ് സച്ചിനെ, ഈ വിവേകിന്റെ കാര്യം പറയാനാണെങ്കിൽ കൊറേ പറയാനുണ്ടാ. കൊറേ പറയാനുണ്ടല്ലേ? വാ തുറക്കരുത് നീ. Siblings fight. It was real. ഓടും മാടായി മാറിയതാണോ മാറ്റം അനിവാര്യമോ? പച്ചക്കറി വാങ്ങാൻ പറ്റിയില്ല സച്ചി. നല്ല മഴക്കോള്. ഞാനിങ്ങ് പോന്നു. നന്നായി. എന്നാ ഇന്നിനി ഉച്ചയ്ക്ക് എല്ലാവർക്കും പച്ചച്ചോറ് തിന്നാ. എന്ത്? എന്താണ്? നീയേ ആസിഫ് ഹോട്ടലിൽ 2 ഊണ് പറ. 2 പേർക്ക് മതി. എന്നാ കുറച്ച് വിഷം കൂടി മേടിച്ചോടാ, ചോറി കൂട്ടി തിന്നാ. Just they are showing a normal kind of family, middle class അതെ. family. എക്സ്പ്രോ കൊറിയർ എന്ന് വിളിക്കുന്നതാണ്. ഒരു കൊറിയർ ഉണ്ട്. പറക്കണുണ്ട് മോഹം കൊള്ളാകെ കൂടുപോലെ പൊങ്ങി പെരുക്കണുണ്ടേ. ഉറക്കമില്ലാതെ ചൂടാണേ, പന്തുപോലെ നെഞ്ചും തെറിക്കണുണ്ടേ. ഏതോ നേരത്താരാണ്ടേ ഉള്ളിലിങ്ങനെ ചൊല്ലുന്നേ, നാട് വിട്ടൊരു കളിയാണേ പാടുന്നത് നേരാ. കത്തി വന്നു കുത്തണേ, Passport. കത്തി വന്നു കുത്തണേ, പൈസ അടിച്ചിട്ടുണ്ടാ? കത്തിയൊന്നു കുത്തണേ. എടാ, Hey, എന്റെ കാണുന്നില്ലല്ലോ. നീ വെപ്രാളം കെട്ടാണ്ട് സമാധാനായിട്ട് നോക്ക്. ഇല്ലടാ. didn't notice visa. Oh man. എടാ, ഇതെന്തത്? നിന്റെ ഉണ്ടത്? ഇല്ല, Refusal of എന്താണത്? application, man. കണ്ടീഷൻ മൂലം വിസ റിജക്ട് ചെയ്തിട്ടുണ്ടാണല്ലോ പറയണേ. Just because of insufficient Fund. funds in his account. He's having mental breakdown. He's having not എടാ, നീ not test having പാടില്ല. support from the നമുക്കിനി family. 6 മാസം Middle കഴിയുമ്പോൾ class. ചെയ്യാം. Middle class family, right? നിനക്ക് It's മെയിൽ very tough. വരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി. A lot of the things to manage. ഹലോ, എടാ, നീ എവിടെയാ? ഞാൻ ഇവിടെ പാർസൽ മേടിക്കാൻ വന്ന. എന്തേ?
എടാ ചുണങ്ങമില്ലേ ഒരു വീട്ടിലെ ബർത്ത്ഡേ പാർട്ടിക്ക് കുറച്ച് ഐസ്ക്രീം കൊടുക്കാനുണ്ട്. നീ കടയിലോട്ട് വന്നേ. ആ And then finally, just because of that, future will become this only, right? എടാ സച്ചിനെ നീയായിരുന്നാ? എടാ മല ഇത് നിന്റെ വീടായിരുന്നാ? ആ ഞാൻ ഈ ഐസ്ക്രീം തരാൻ വന്ന. ആ നിങ്ങളപ്പോ സെമിത്തേരി മുക്കിന്ന് അറിയായിരുന്നു? എടാ അവിടെ നിന്ന് മാറിയിട്ട് ഒരു 2-3 ആണല്ലേ? ഓക്കെ നടക്കട്ടെ എന്നാ. ഞാൻ എടാ ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്, കഴിച്ചിട്ട് പോവാ. അല്ല കുഴപ്പമില്ലടാ. അല്ലല്ല അല്ലടാ എനിക്ക് നീ വാ, കുഴപ്പമില്ല വാ. എടാ വാടാ. എടാ എടാ നീ അവിടെ ഇരി, ഞാൻ വെച്ചിട്ടരാ. അവിടെ He is just right. സച്ചിനെ ഇതാ ചേച്ചി, കൊച്ചത് അവളുടെ ബർത്ത്ഡേ. എന്താടാ ഒന്നും കിട്ടി? ഒരു കാര്യം ചെയ്ത് നമുക്ക് മുകളിലോട്ടിരിക്കാം. മുകളിലോട്ടിരിക്കണം. അപ്പൊ സഞ്ജുവിന് കിട്ടി. ആ അവന് കിട്ടി. എന്താ നിന്റെ പരിപാടി? ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു ഇൻടേക്കും കൂടി ഉണ്ട്. അതിലെങ്ങനെയെങ്കിലും ഒക്കെ കയറി പോണോടിക്കേ. നിനക്കൊക്കെ വല്ല കാര്യമുണ്ടോ തമിഴ്നാട്ടിൽ പോയി പഠിക്കേണ്ടത്? എന്റെ കോളേജിൽ വന്നാ പോരുന്ന. എടാ മാർക്ക് വേണ്ട അതിന്. തമിഴ്നാട്ടിൽ പോയതാണെങ്കിൽ വേറൊരു ട്രാജഡി. അല്ല അവിടെ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമായിരുന്നു, അഞ്ജലി. വൺ സൈഡ്. ആ അവിടെ വേറൊരു തണ്ടി ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവ് ഓണച്ച് നടക്കുന്ന ഒരുത്തൻ, ജെയിൻ. ആദ്യമൊക്കെ അവൻ എൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, അവളോട് പോയി ഇഷ്ടം പറയാനൊക്കെ ആയിട്ട്. അവസാനം അവൻ അവളെ കൊണ്ടുപോയി. എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. ആണല്ലേ? എന്താണെന്നിട്ട് നിന്റെ പരിപാടി എന്താണ് ഇപ്പോ? ഞാൻ എങ്ങനെയെങ്കിലേ ഗേറ്റ് എഴുതിയിട്ട് IIT റൂർക്കിയിൽ M.Tech ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. റൂർക്കിയാ? അതെന്താ അവിടെ? അതൊന്നുമില്ല. നിനക്ക് വിഷമാവും. എനിക്കെന്ത് പണ്ടാരത്തിന് നീ റൂർക്കി പോണേനെ? എടാ എൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെയാണ്, അവൾ ഭയങ്കര നിർബന്ധം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ എവിടെ നിൽക്കുകയാണോ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. കണ്ട ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് വിഷമാവും. നീ വിട്ടത് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം UK പോകണില്ലെന്ന് ചോദിച്ചിട്ട് നാട്ടുകാരും തുടങ്ങും. എനിക്ക് എവിടേക്കെങ്കിലും ഒന്ന് എടാ തൽക്കാലം ഈ നാട്ടിൽ നിന്നൊന്ന് മാറിക്കാൻ പുറത്തെന്തെങ്കിലും പരിപാടി നിന്റെ കെയർ ഓഫിൽ ഒപ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മതി ദുരന്തം പറച്ചിൽ. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇല്ലില്ല, എനിക്ക് പോകണം. എനിക്ക് നമ്മുടെ സ്കൂളിൽ പോകാനുണ്ട്. ഒരു 10-200 പപ്സ് കൊണ്ടിറക്കാനുണ്ട്. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ. ഞാൻ ശരിയടാ. Okay. നീ എന്താ ഇവിടെ? നീ എൻ്റെ കൂടെ ഗേറ്റ് കോച്ചിങ്ങിന് വന്നിട്ടുണ്ടാ? എടാ ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ വന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ്? അത് ശരി, നീ അല്ലേ പറഞ്ഞ് വൃത്തിയായിട്ട നാട്ടിൽ നിന്ന് മാറിക്കണമെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് എങ്ങനെ UK പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ റൂം ഷെയർ ചെയ്യാൻ ഒരാളുമോ. എടാ പക്ഷേ ഈ ഗേറ്റ് കോച്ചിങ് നീയേ നല്ലോണം ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. ഇതെവിടെയാണ്? കൊച്ചിയിലാണ്? കൊച്ചിയില? ഹൈദരാബാദാണ്. ഹൈദരാബാദാ? She's Reenu. She'll be joining our team as a tester. Yeah, welcome. Hi. Myself Srinivas, your team lead. You can call me Srini. He is Vignesh. Hi. She is Navnita. Hello. She is Rija. Hello. Hello. Harshita. Hi. And she is Shravani. Hi. And Subin. Actually, Subin is also from Kerala. You must be knowing Karthika, right? Hi. She is the one who referred you here. Yeah, I know. Where's Ati? Adi is on the way, Srini. Okay, cool. Subin will give you a quick office tour. And good luck. All the very best. Have a great journey with hospital. Will do my best, sir. Thank you. It's somewhat like our story as well. അതായത് മറ്റുള്ളവരെ കാണിക്കുന്നതല്ല കാര്യം. ഒരു ലാപ്ടോപ്പും കൈ പിടിച്ച് അന്തം വിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാർ വിചാരിച്ചോളൂ ഓടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കണ്ട അത്രേ ഉള്ളൂ.
ഇതാണ് നമ്മുടെ പാൻട്രി. വലിക്കൂ. അതാണ് സ്മോക്കിംഗ് ഏരിയ. അതായത് ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെ രാജിവെച്ച് രക്ഷപ്പെടാമെന്ന് ആൾക്കാർ ചർച്ച ചെയ്യുന്ന സ്ഥലം. Come. Decrement, yes. On Chasutta. ഇതാണ് നമ്മുടെ വെൻഡിങ് മെഷീൻ. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ വല്ല കോളയോ ചിപ്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് പൈസ ഇട്ട് കൊടുത്താൽ സാധനം ഇവിടെ വരും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ആ, ഇനി കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പൊട്ടിക്കുക. സിമ്പിൾ. ഞാനൊന്ന് ട്രൈ ചെയ്യാം. നോക്കിയോ, ഒത്തില്ല അല്ലേ? അത് സാരമില്ല, അത് കിട്ടും. എവിടെ പോണ്? അല്ല സാറിന്റെ കൂടെ. അതാണ് കുട്ടിയുടെ ക്യൂബിക്കിൾ. അവിടെ പോയി പണിയെടുക്കും. ഓക്കേ സർ. ഇവിടെ ഈ സാറ് ചേട്ടൻ വിളിയൊന്നുമില്ല, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരാണ് വിളിക്കുന്നത്. അതിന് ഈ അച്ഛന്റെ പ്രായമുള്ള ആളാണെങ്കിലും ശരി എന്ന് കരുതി എനിക്ക് തന്റെ അച്ഛന്റെ പ്രായം ഉണ്ടെന്നല്ല അർത്ഥം. ക്ലിയർ? You got your mail ID, right? Yeah. Okay. I'll share all the access mails today. അച്ഛനമ്മയും പോയോ? Okay. അച്ഛനമ്മയും പോയോ? ഇല്ല, അവർ വൈകുന്നേരം പോകും. ഒരു കാര്യം ചെയ്യും, നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ അപ്പാർട്ട്മെന്റിലോട്ട് വരും. അല്ല അപ്പൊ നീയും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. TL is calling you. Come to the recreation area. What happened? என்ன கேட்டா எனக்கு என்ன பார்த்துறியோ, நீ என்ன பண்ணணும் உனக்கு தான் தெரியும். അയ്യോ വിഘ്നേഷ്, ഞാൻ ആ വെൻഡിങ് മെഷീനിൽ ചുമ്മാ ഫണ്ണ് കിടിച്ചേ. இந்த எல்லா கதையும் வந்து அந்த TL கிட்ட சொல்லு. இப்போ டக்குன்னு கிளம்பி வா. நவனிதா, கார்த்திகா, you both also come, okay? I don't know. कुछ और ही बात होगा. Welcome. Welcome to it. Okay. Making them feel special when you join any company. It's great. This would happen. Any new team, somebody joining. ഈ ന്യൂ ജോയിനേഴ്സിന് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് വെൽക്കം പാർട്ടി നടത്താറുണ്ട്. ഓ ബൈ ദ വേ, അയ്യോ നോ പ്രോബ്ലം. ബൈ ദ വേ, ആദി. ഹായ് ആദി. സീനിയർ ഡെവലപ്പറാണ്. ഞാൻ ജനിച്ച വളർന്നൊക്കെ മുംബൈയിലാണ്. Frustrated. Hey Srini, it's Agilas, you can have it. Say Renu, this team is like a family. ഈ ടീമിലെ എല്ലാ ആൾക്കാരുടെയും ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം. റീനുവിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയട്ടെ. യു ഫ്രം പത്തനംതിട്ട, മല്ലപ്പള്ളി. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നൊരു പൂച്ചക്കുട്ടി. പൂച്ചക്കുട്ടിയുടെ പേര് നിമ്മി, റൈറ്റ്? ഇതൊക്കെ എങ്ങനെ കാർത്തിക പറഞ്ഞോ? അവൾക്ക് അതിന് പൂച്ചക്കുട്ടിയുടെ പേര്. Come on, Renu. By the way, why did you choose Hyderabad? അത് പിന്നെ ഈ Wait. Let me guess. തന്റെ സ്കൂളിങ്ങും കോളേജും ഒക്കെ നാട്ടിലായിരുന്നു. അപ്പോൾ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. Am I right? Yeah. But sad to tell you this, Hyderabad is a really bad choice. അതെന്താ അങ്ങനെ? JK, just kidding. Hyderabad is great. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഹൈദരാബാദ്. അപ്പോൾ വെൽക്കം ടു ഹോസ്പിറ്റൽ. താങ്ക് യു. Okay, so this is completely another story. So two stories are going on parallelly, yes, right? Exactly. That was one story, that a guy's story, and that guy passed men's college, and after that he's trying for UK visa. Yes, and all, but he is like rejected. failing. He's getting rejected everywhere. Right. He's belonging to a very middle class family where there are a lot of restrictions, a lot of things are there because he is having a elder sister also. Yes. So marriage के लिए भी pressure है उसके घर में, मतलब पैसा वैसा नहीं दे सकते. So maybe these two will join and these two will have some chemistry between them. I don't know. So this is completely different story. That is completely different story. He is going to prepare for GATE, right, with that guy. And that is also sure. That is also for sure. He need to think and tell. But he will also come to Hyderabad, right? And she is already in Hyderabad. Right. So that is why na Hyderabad some chemistry will be there. So yes, now this movie is coming into having a great colors. It was having a blank
canvas. Now some colors are getting put with each other. So yes, I'm liking it. It's a kind of like having some kind of story which is very much similar with us also, because we are also belonging from IT, engineering, and then we are all working in IT. That's yes. So I'm liking it actually. So yeah, that is it for today's video. I hope you have enjoyed our reaction. If you do so, don't forget to subscribe our channel, guys, and also please click on the like button to like this video and share this video with your friends and family. See you in our next video. Till then, bye.